കേരള പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കേസിലെ പ്രതിയാണ് ഡൽഹിയിലെ CJP സമരവേദിയിൽ എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നമ്മുടെ കേരള പോലീസിന്റെ കഴിവും പ്രാപ്തിയും എത്രത്തോളം മോശമാണെന്ന് ഈ ഒരു വിഷയത്തിലൂടെ തെളിഞ്ഞിരിക്കുന്ന വ്യക്തി ജന്തർ മന്ദറിലുണ്ട്, അതായത് ഡൽഹിയിലുണ്ട്. അവിടുത്തെ പോലീസുകാരൊന്ന് ഇൻഫോം ചെയ്ത് ഇയാളുടെ ഫോട്ടോയും കൂടി ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യും. അതിനെങ്കിലുള്ള ഒരു സുമനസ് കേരള പോലീസ് ഒന്ന് കാണിക്കണം. നിങ്ങൾ ഈ നാട്ടിൽ നിയമപാലനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യം വളരെയധികം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP നടത്തുന്ന ഒരു സമരം. ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ അണിനിരുന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. ആ ഒരു പാർട്ടിയുടെ ആവശ്യം ഇതാണ്: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യവുമായിട്ട് അവർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരമൊന്നുമല്ല നമ്മുടെ ടോപ്പിക്ക്. വളരെയധികം കാര്യക്ഷമതയുള്ള ഒരു പോലീസ് സംവിധാനമാണ് നമ്മുടെ കേരള പോലീസ് എന്നാണ് പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് അതീവ പ്രാധാന്യത്തോടുകൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ പ്രതി ഈ CJP സമരവേദിയിൽ എത്തുകയും ആ ഒരു സമരവേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെ, അങ്ങനെ ഒരു സംഭവം നടത്തുന്നുണ്ട്. നമുക്കറിയാം, MRC ഗ്യാങ്, ഈ ഒരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി കോൺട്രവേഴ്സികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാങ്ങിൽപ്പെട്ട എല്ലാവരും തന്നെ ഒളിവിലായിരുന്നു. അതിൽ മമ്മു എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. തൊപ്പി എന്ന് പറയുന്ന നിഹാദ്, അതേപോലെ തന്നെ MRC ഷെമീർ, ജാസി, അങ്ങനെ കുറെ പേര് ഒളിവിലാണ്. ഈ ഒളിവിൽ പോയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേരള പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് CJP സമരവേദിയിൽ നിന്ന് MRC ഷെമീർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ഡൽഹിയിലുള്ളത്, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോ പറ്റുന്നവർ ഇത് ആൾക്കാരിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, എന്തെല്ലാം ഇവർ അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്നതെന്നുള്ള പ്രോബ്ലംസ് മൊത്തം എല്ലാവരും അറിയണം. എല്ലാ നാട്ടിലുള്ള എല്ലാവരും ഇത് അറിയണം. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സപ്പോർട്ട് എല്ലാ ഇൻഫ്ലുവൻസർമാരും എല്ലാവരും പറ്റുന്നത്ര സപ്പോർട്ട്, നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാരും ഇവിടെ വരണം എന്നല്ല ഞാൻ പറയുന്നത്. നാട്ടിൽ നിന്നിട്ടാണെങ്കിലും ഇതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഓരോരുത്തരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. संदीप लांबा IPS बच्ची के थप्पड़ मारा है। ये भाई खड़ा है, मैं बहुत धन्यवाद हमारे भाई का डर लग रहा है मेरे को भी। അപ്പൊ ഇത് എന്തായിട്ട് വേണമെങ്കിലും കണക്കാക്കാം. ഇത് വേണമെങ്കിൽ റീച്ചിലാണെന്നോ വേറെ എന്തിനു കുറ്റം പറയാനോ പല ആൾക്കാരും ഉണ്ടാവും. അപ്പൊ എന്ത് കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിലും എങ്ങനെ കുറ്റം പറഞ്ഞാലും ഈ സംഭവം ആൾക്കാരിലേക്ക് എത്തുക, ഇത് കൂടുതൽ അവർക്ക് കിട്ടേണ്ട നീതി കിട്ടുക, ഇത് മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, MRC ഷെമീർ എന്ന് പറയുന്ന വ്യക്തി ഒളിവിലാണെന്നാണ് കേരള പോലീസ് പറയുന്നത്. കേരള പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കേസിലെ പ്രതിയാണ് ഡൽഹിയിലെ CJP സമരവേദിയിൽ എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നമ്മുടെ കേരള പോലീസിന്റെ കഴിവും പ്രാപ്തിയും എത്രത്തോളം മോശമാണെന്ന് ഈ ഒരു വിഷയത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന ഷെമീർ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം അയാളുടെ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ പിടികൂടാനായിരുന്നെങ്കിൽ നമ്മുടെ കേരള പോലീസിന് അയാളുടെ ഈ ഫോണിന്റെ IP അഡ്രസ് ഒന്ന് ട്രാക്ക് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ആകുന്ന ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്തെടുത്താൽ മതിയായിരുന്നു. പക്ഷേ കേരള പോലീസിന് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഒളിവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വാർത്തകൾ നമ്മുടെ മീഡിയാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്ത്രീയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മമ്മുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് സമർപ്പിച്ച അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മമ്മുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ തെളിവെടുപ്പടക്കം നടത്താനാണ് ആലോചന. കേസിലെ മറ്റ് പ്രതികൾ ഒളിവിൽ തുടരുകയാണ്. ജംഷീർ കൊടിഞ്ഞൂരങ്ങൾ നൽകും. ജംഷീർ, ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കില്ലേ കോടതി?
തീർച്ചയായിട്ടും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ തൊപ്പിയെ സ്ത്രീത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട ഈ തൊപ്പി ഗ്യാങ്ങിൽപ്പെട്ട മമ്മുവിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായി പോലീസിനെ ഇക്കാര്യത്തിൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലാണ് കസ്റ്റഡിയിലെടുക്കാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഈ തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം മമ്മുവും കൂടെ ഉണ്ടായിരുന്ന 3 പേരും ലൈവ് സ്ട്രീമിങ്ങിനിടെ ഇവരുമായി യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു യുവതിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് വന്നിരുന്നത്. ഇതിലാണിപ്പോൾ മമ്മു എന്ന് പറയുന്ന ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റു കുറ്റപ്രതികൾ കൂടി ഇതിനകത്ത് അറസ്റ്റിലാകാണ്ട് അവർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഈ മമ്മുവിനെ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസും ഉള്ളത്. നമ്മുടെ കേരള പോലീസ് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന MRC ഷമീർ എന്ന് പറയുന്ന വ്യക്തി ജന്തർ മന്ദറിലുണ്ട്, അതായത് ഡൽഹിയിലുണ്ട്. അവിടുത്തെ പോലീസുകാരൊന്ന് ഇൻഫോം ചെയ്ത് ഇയാളുടെ ഫോട്ടോയും കൂടി ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യും. അതിനെങ്കിലുള്ള ഒരു സുമനസ് കേരള പോലീസ് ഒന്ന് കാണിക്കണം. നിങ്ങൾ ഈ നാട്ടിൽ നിയമപാലനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരള പോലീസ് അതീവ പ്രാധാന്യത്തോടുകൂടി അന്വേഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കേസാണ് ഈ പറയുന്ന MRC ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അലിഗേഷൻസ് എല്ലാം തന്നെ. നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം ഈ ഒരു ന്യൂസിന് നൽകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കേസിലെ പ്രതികൾ എല്ലാവരും തന്നെ ഒളിവിൽ പോവുകയും തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും മമ്മുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ബാക്കി പ്രതികൾ എല്ലാവരും തന്നെ ഒളിവിലാണ്, തൊപ്പി ഉൾപ്പെടെയുള്ള ആളുകൾ. ആ ഒളിവിൽ കഴിയുന്ന ഒരു പ്രതിയാണ് CJP സമരവേദിയിൽ എത്തുകയും അവിടെ നിന്ന് ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്ത് അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി പബ്ലിഷ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ കേരള പോലീസ് എത്രത്തോളം കഴിവുകെട്ട ഒരു സംവിധാനമാണെന്ന് MRC ഷമീർ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യക്തിയെ കണ്ടെത്താനാണെങ്കിൽ പോലീസിന് ഈസി ആയിട്ട് ഇതിനു മുൻപേ സാധിച്ചേനെ. ഇയാളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ലൊക്കേഷൻ, ആ ഒറ്റ ലൊക്കേഷൻ എടുത്താൽ മതി ഈ ഒരു വ്യക്തിനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യാണ്ട്. എത്രത്തോളം വീഡിയോസ് ഇയാൾ ചെയ്തു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താണ്ട് മറക്കരുത്.